ഈ ഒരു ഡേയുടെ 75% ഞാൻ സ്പെൻഡ് ചെയ്തത് ഈ കുട്ടിയുടെ കൂടെയാണ്. ഇതാണ് അനീനക്കുട്ടി, അല്ലെങ്കിൽ എൻ്റെ അന്നൂസ് കുട്ടി. ആളുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞങ്ങൾ തമ്മിലൊരു 10-22 വർഷത്തെ അഭേദ്യമായ ബന്ധമുണ്ട്. അങ്ങനെ അന്നൂസ് കുട്ടിക്കും ബൈ കൊടുത്തതിന് ശേഷം ഇന്ന് വീട്ടിൽ സേവന വാരാചരണമാണ്. അങ്ങനെ വണ്ടിയൊക്കെ കഴുകുട്ടപ്പനാക്കി ഞാൻ മാത്രം ഇറങ്ങുന്ന ടാങ്കിൽ ഇറങ്ങി അതൊക്കെ ക്ലീൻ ചെയ്തു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മുടെ സ്വന്തം സന്തത സഹചാരികൾ ദേ കെയിം ഫ്രം ആലപ്പുഴ. എന്തിനാണെന്നല്ലേ, ഒന്നിനുമല്ല, എൻ്റെ പെട്ടിയും പാക്ക് ചെയ്ത് എൻ്റെ നാട് കടത്താൻ വേണ്ടിയിട്ടാണ് ഇവന്മാർ അവിടുന്ന് വന്നത്. എൻ്റെ 20 ദിവസത്തെ വെക്കേഷൻ വാസ് എ വെരി ട്രാജഡി വെക്കേഷൻ. അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ലായിരുന്നു എനിക്ക്. അങ്ങനെ പിറ്റേന്ന് ഉച്ചയായപ്പോഴത്തേനും കൊച്ചിക്കും ബൈ കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് നേരെ പോവാണ് നമ്മുടെ സ്വന്തം തട്ടകമായ ബ്രസൽസിലോട്ട്. അമ്മയൊക്കെ നല്ല കരച്ചിൽ സീനായിരുന്നെങ്കിലും എനിക്ക് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. അത് ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, എന്തൊരു മനസ്സാണ് നിൻ്റെ എന്ന് ചോദിച്ചു. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ നാട്ടിൽ വന്നിട്ട് അവിടെ ഒന്നും ചെയ്യാനില്ല എന്നൊരു തോന്നലായിരുന്നു. തിരിച്ച് എൻ്റേതായ സ്പേസിൽ വന്നാലേ എനിക്കൊരു കംഫർട്ട്നെസ് കിട്ടുമെന്നായിരുന്നു. മേ ബി ആ 20 ദിവസവും ഹോസ്പിറ്റൽ കേസസൊക്കെ ആയിട്ട് നടന്നതുകൊണ്ടായിരിക്കാം പ്രോപ്പറായിട്ട് എനിക്ക് വീട്ടുകാരോട് പോലും സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വട്ടെവർ, ഇതായിരുന്നു എൻ്റെ രണ്ടാമത്തെ പ്രശ്നം. എനിക്ക് അബുദാബിയിൽ ഒരു 7.5 hours ലേ ഓവർ തന്നെ ഉണ്ടായി. എങ്ങനെ ഇത് തീർക്കുമെന്ന് ഓർത്തിരുന്നു. കുറേ നേരം അബുദാബി എയർപോർട്ട് ഞാൻ ചുറ്റിക്കണ്ടു. അതിനുശേഷം വിശന്നപ്പോൾ ഞാൻ പോയിട്ട് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. ആ ഫുഡ് കഴിക്കാൻ പോയ പോക്കിലാണ് എനിക്ക് വേറൊരു പണി കിട്ടിയത്. എൻ്റെ കയ്യിലൊരു പുള്ളോവർ ഉണ്ടായിരുന്നു, ബട്ട് ഞാനത് എവിടെയോ വെച്ച് മറന്നു. പിന്നെ അത് തേടി എയർപോർട്ട് മൊത്തം ഒരു 1.5 മണിക്കൂർ നടന്നു. അതിനുശേഷം പുള്ളോവർ കണ്ട് നമ്മൾ തിരിച്ചു വന്നു. അത് തേടിപ്പോയി തന്നെ എൻ്റെ ലേ ഓവറിൻ്റെ പകുതി സമയം തീർന്നു. ഇതെനിക്ക് എൻ്റെ ചേച്ചി ഗിഫ്റ്റ് ചെയ്തൊരു ബുക്കായിരുന്നു. അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ ഇരുന്ന് വായിച്ചു. എനിക്ക് ബുക്ക് വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തം വായിക്കേണ്ട നൃത്തത്തിൽ അങ്ങനെ ഒരു ചില പ്രശ്നമുണ്ട്. അങ്ങനെ വെളുപ്പിന് 2:05 ഫ്ലൈറ്റിൽ കയറി. ആ കയറിയതും ടേക്ക് ഓഫും മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഉണർന്നപ്പോൾ ഞാൻ ദേ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാലത്ത് 8 മണിയായി. ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് അവർ വന്ന് വിളിച്ചു. ഞാൻ കോഫി കുടിച്ചു, സാധാരണ കുടിക്കാറില്ലാത്ത. എനിക്ക് പിന്നെ ഉറക്കം വരരുത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോഫിയൊക്കെ കുടിച്ചത്. അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇതാദ്യം മലയാണോ മേഘമാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് മനസ്സിലായത് മല തന്നെയാണെന്നും. പിന്നെ മാപ്പൊക്കെ കുറേ നേരം റൊട്ടേറ്റ് ചെയ്തു. അടുത്ത സെറ്റ് വരുന്ന ഉറങ്ങി. ഇതൊരു 1 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട്. പക്ഷേ എനിക്കത് ഒത്തിരി നേരം ഉള്ളതുപോലെ തോന്നി. അങ്ങനെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്ന് എങ്ങനെയൊക്കെയോ സ്ഥലമെത്തി. എന്തുകൊണ്ടോ ഈ പച്ചപ്പും ഹരിതാപയും കണ്ടപ്പോഴാണ് എനിക്കെൻ്റെ സമാധാനം തിരിച്ചു വന്നതെന്ന് പറയുന്നതായിരിക്കും ബെറ്റർ. മേ ബി ഒരു വേസ്റ്റ് വെക്കേഷൻ ആയിരുന്നുകൊണ്ടായിരിക്കാം. ഇനിയും വെക്കേഷന് പോകുമ്പോൾ കുറച്ച് പാരൻസിനോട് സ്പെൻഡ് ചെയ്യാൻ മാത്രം പോകണമെന്നുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടണമെന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കണമെന്നില്ലല്ലോ.